സവാരിയിലൂടെ, ബ്ലൈൻഡ് വർഷിപ്പ് സ്പീഡിലൂടെ, അൽ അജലത്തു മിന ശൈത്താൻ എന്ന് പ്രവാചകൻ പറഞ്ഞ വേഗത പൈശാചികമാണെന്ന് പറഞ്ഞ ഒരു ടൂ വീലർ സവാരിയിൽ തീർക്കേണ്ടതല്ല നമ്മുടെ യൗവനം. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മചൈതന്യത്തിന്റെ പരിശുദ്ധതയിലൂടെ, താനെന്ന വ്യക്തിയിലൂടെ സ്വന്തം കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടവർ, രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാകേണ്ടവർ, മയക്കുമരുന്നിനും മദ്യത്തിനും മദിരാശിക്കും അടിമപ്പെട്ട് മൊബൈലുകളുടെ അടിമകളായി, ഇന്റർനെറ്റുകളുടെ അടിമകളായി, കായിക താരങ്ങളുടെ കേവല പാട്ടുപാടുന്നവരായി, അവരുടെ മേൽക്കോയ്മ പറയുന്നവരായി, അവർക്ക് ഓശാന പാടുന്നവരായി, അവർക്ക് കയ്യടികൾ നൽകുന്നവരായി ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമ്മളെന്ന ഗുഡ് പേഴ്സൺ അല്ല നമുക്ക് നൽകിയ ഒരു ജീവിതം, ആ അല്ല നൽകിയ ജീവിതം പെട്ടെന്ന് റോഡരികുകളിൽ പൊലിഞ്ഞു പോകും, റെയിൽവേ ട്രാക്കുകളിൽ പൊലിഞ്ഞു പോകും, ഫ്ലൈറ്റ് ദുരന്തങ്ങളിൽ പൊലിഞ്ഞു പോകും, അറ്റാക്കുകളിൽ പൊലിഞ്ഞു പോകും, മാരകമായ രോഗങ്ങൾ പിടിപെട്ട്, രതിജന്യ രോഗങ്ങൾ പിടിപെട്ട്, അതുപോലെ ഗൊണോറിയയും സിഫിലിസും അതുപോലെയുള്ള മാരകമായ എയ്ഡ്സും രതിജന്യ രോഗങ്ങൾ പിടിപെട്ട് ആർക്കും വേണ്ടാത്തവരായി, കവിളിൽ ക്യാൻസർ വന്ന് ആർക്കും വിലയില്ലാത്തവരായി, മദ്യപാനികളായി ഈ ഭൂമിയുടെ മണ്ണോട് മണ്ണ് ചേർന്ന് ജീവിക്കേണ്ടവരല്ല നമ്മൾ. തൊഴുത്തിലെ പശുവിന് കിട്ടുന്ന ഉപകാരം, തൊഴുത്തിലെ പശു ഉണ്ടാക്കുന്ന നന്മ അതുപോലും ഉണ്ടാക്കാൻ വലക്കത് കറംന ബനി ആദം എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ യുവാക്കളെ, ഈ യൗവനം കൊണ്ട് കാര്യമില്ല. എനിക്കൊരു നല്ല മകനാകാൻ, എനിക്കൊരു നല്ല ഭർത്താവാകാൻ, എനിക്കൊരു നല്ല പിതാവാകാൻ, എനിക്കൊരു നല്ല പ്രബോധകനാകാൻ, എനിക്കൊരു രാജ്യസ്നേഹിയാകാൻ, എനിക്ക് നന്മയുള്ള ഒരു വ്യക്തിയാകാൻ എന്റെ ജീവിതത്തിലേക്ക് ഇസ്ലാം വെളിച്ചം വീശുകയാണ്. മനുഷ്യരോട് പറഞ്ഞു, അതെ, വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമിയുടെ അലങ്കാരം, ഈ ഭൂമിയുടെ പറുദീസ, ഈ ഭൂമിയുടെ സൗന്ദര്യം അത് കണ്ട് കണ്ണഞ്ചി ഊട്ടിയിൽ, കൊടൈക്കനാലിൽ, ലോകത്ത് ഹോങ്കോങ്ങിൽ, അതുപോലെ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ സൗന്ദര്യാസ്വാദനവുമായി, പ്രകൃതി ആസ്വാദനമായി കടന്നു എന്ന് അതൊക്കെ കണ്ട് സുഖിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് ആർത്തുല്ലസിച്ച് ജീവിച്ച് കഴിഞ്ഞു പോകേണ്ട ജീവിതമല്ല നിങ്ങളുടേത്. നിങ്ങൾക്ക് മരണം നിശ്ചയിച്ചത് നിങ്ങളുടെ കരുണാമയനായ നാഥനാണ്. നിങ്ങൾക്ക് ജീവിതം നിശ്ചയിച്ചതും അവന്. എന്തിനു വേണ്ടി എന്ന ചോദ്യം പ്രസക്തമാണ്. പല യുവാക്കളും ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യം സ്വന്തത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ലക്ഷ്യമറിയാത്ത, ജീവിതത്തിന്റെ ജയാപജയങ്ങൾ അറിയാത്ത നമ്മുടെ തലമുറ എന്തിന് ഞങ്ങൾ ജീവിക്കുന്നു എന്ന ചോദ്യം, മോനെ, അതിന് മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട അനുജ, നിന്റെ ചോദ്യത്തിന് മറുപടിയുണ്ട്. അതെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായ നന്മ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. നിങ്ങളിൽ ആരാണ് സമൂഹത്തിന് സേവനം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ സച്ചരിതരായ ആളുകളുടെ പാത സ്വീകരിച്ച് സുകർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. ഇല്ല, പ്രോഫ്കോണിന്റെ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഇല്ല, നിങ്ങളുടെ ജീവിതത്തിന് ഇത് നന്മയല്ലാതെ തിന്മ വരുത്തുകയില്ല. ഇത്